everyone, welcome back to Catalyst Education. അപ്പോൾ മക്കളെ നമ്മുടെ എല്ലാ എക്സാമിനും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ബിസിനസ് റിസ്ക്. എന്താണ് ബിസിനസ് റിസ്ക് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സോ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ബിസിനസ് റിസ്ക് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയാലോ, ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഇന്നവിറ്റബിൾ ആയിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്ത് റിസ്ക് എന്നുള്ളത്. റിസ്ക് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബിസിനസ്സിൽ നമുക്ക് നഷ്ടം വരാനുള്ള ആ ഒരു സാധ്യതയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിസ്ക് എന്ന് വിളിക്കുന്നത്. അതായത് ദ പോസിബിലിറ്റി ഓഫ് ലോസ് ഈസ് നോൺ ആസ് റിസ്ക്. അത്രയേ ഉള്ളൂ നമ്മൾ റിസ്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നോക്കാം. ബിസിനസ് റിസ്ക് റെഫേഴ്സ് ടു ദ പോസിബിലിറ്റി ഓഫ് ലോസസ് ഡ്യൂ ടു അൺസർട്ടനിറ്റീസ് ഓർ അൺഎക്സ്പെക്ടഡ് ഇവന്റ്സ്. അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നമ്മുടെ ബിസിനസ്സിൽ സംഭവിക്കുന്നതുകൊണ്ട് നമുക്ക് നഷ്ടം വരികയാണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? ബിസിനസ് റിസ്ക് എന്ന് വിളിക്കാം. സോ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ബിസിനസ് റിസ്ക് എന്നുള്ളതുകൊണ്ട് പറയുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ബിസിനസ് റിസ്ക് മെയിൻലി 2 ടൈപ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിലൊന്നാണ് സ്പെക്കുലേറ്റീവ് റിസ്ക്, രണ്ടാമത്തേതാണ് പ്യുവർ റിസ്ക്. ഇനി സ്പെക്കുലേറ്റീവ് റിസ്ക് എന്താണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ 2 കാര്യങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ഏതൊരു നമുക്ക് അതിൽ ഗെയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അതല്ലെങ്കിൽ ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് സ്പെക്കുലേറ്റീവ് റിസ്ക് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതായത് മാർക്കറ്റ് ഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ ഗെയിൻ ആയിരിക്കും സംഭവിക്കുന്നുണ്ടായിരിക്കുക. അതല്ല മാർക്കറ്റിൽ ഫേവറബിൾ അല്ലാത്ത കണ്ടീഷൻ ആണെങ്കിൽ അതിൽ നമുക്ക് എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടായിരിക്കുക? ലോസ് ആയിരിക്കും സംഭവിക്കുന്നുണ്ടായിരിക്കുക. അവിടെ ഒരു ഊഹമാണ് നടക്കുന്നത്, സ്പെക്കുലേഷൻ ആണ് നടക്കുന്നത്. അതുകൊണ്ടാണ് സ്പെക്കുലേറ്റീവ് റിസ്ക് എന്ന് വിളിക്കുന്നത് അത്തരത്തിലുള്ള റിസ്കിനെ. അതായത് മാർക്കറ്റ് അൺഫേവറബിൾ ആണെങ്കിൽ നമുക്ക് റിസ്ക് ലോസ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ സ്പെക്കുലേറ്റീവ് റിസ്ക് എന്ന് വിളിക്കുന്നു. ഇനി സെക്കൻഡ് വൺ ആണ് പ്യുവർ റിസ്ക്. പ്യുവർ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റിസ്ക് ലോസ് സംഭവിക്കാനുള്ള ചാൻസ് മാത്രമേ ഉള്ളൂ. ഒരു തരത്തിലും നമുക്ക് ആ ഒരു ലോസ് മാറി ഗെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ കടയിൽ ഒരു കള്ളൻ കയറി കഴിഞ്ഞാൽ അവിടെ നഷ്ട സാധ്യത മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അയാൾ എന്ത് ചെയ്യും? നമ്മുടെ ബിസിനസ്സിൽ നിന്നും വിലപിടിപ്പുള്ള പല സാധനങ്ങളും കൊണ്ടുപോകുകയാണെങ്കിൽ അവിടെ നമുക്ക് ലോസിനുള്ള ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. അതല്ല വെള്ളപ്പൊക്കം സംഭവിച്ചു, അപ്പൊ എന്താണ്? നമ്മുടെ കടയിലേക്ക് വെള്ളം കയറി സാധനങ്ങളൊക്കെ നശിക്കുന്നു. അവിടെ എന്താണ്? ലോസ് സംഭവിക്കാനുള്ള കാര്യം മാത്രമല്ലേ കാണുന്നുള്ളൂ. അതുമല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടായി എന്ന് വിചാരിക്കുക, നമ്മുടെ ഫാക്ടറിക്ക് തീ പിടിച്ചു എന്ന് വിചാരിക്കുക. അവിടെ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? ലോസ് മാത്രമായിരിക്കും സംഭവിക്കുന്നുണ്ടായിരിക്കുക. സോ പ്യുവർ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നെവിറ്റബിൾ ആണ്, എന്തായാലും അവിടെ ലോസ് സംഭവിച്ചിരിക്കും. അത്തരത്തിലുള്ള റിസ്കിനെയാണ് നമ്മൾ പ്യുവർ റിസ്ക് എന്ന് പറയുന്നത്. പക്ഷേ സ്പെക്കുലേറ്റീവ് റിസ്ക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഫേവറബിൾ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഗെയിൻ ആയിരിക്കും സംഭവിക്കുന്നത്. മാർക്കറ്റ് ഫേവറബിൾ അല്ലാത്ത സമയമാണെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ ലോസ് സംഭവിക്കുന്നുണ്ടായിരിക്കുക. സോ ഇതാണ് നമ്മുടെ ബിസിനസ് റിസ്കിന്റെ 2 ടൈപ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നോക്കാനുള്ളത് എന്താണ്? നേച്ചർ ഓഫ് ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്കിന്റെ നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എന്നൊക്കെ പറയും. അതാണ് നമുക്ക് ഇനി ചെക്ക് ചെയ്യാനുള്ളത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ റിസ്ക് അറൈസസ് ഡ്യൂ ടു അൺസർട്ടനിറ്റീസ്. റിസ്ക് എന്തുകൊണ്ടാണ് ബിസിനസ്സിൽ സംഭവിക്കുന്നത്? അൺസർട്ടനിറ്റീസ് ഉണ്ടാവുന്നത് കൊണ്ടാണ്. അതല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ അൺഎക്സ്പെക്ടഡ് ഇവന്റ്സ് ഉണ്ടാവുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? റിസ്ക് സംഭവിക്കുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ റിസ്ക് ഈസ് എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ബിസിനസ്. ബിസിനസ്സിലേക്ക് കടന്നു വരാൻ ഒരാൾ വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ വന്നിട്ടുണ്ടെങ്കിൽ റിസ്ക് അവിടെ എന്തായാലും എന്താണ്? ബിസിനസ്സിന്റെ ഒരു പാർട്ടായിട്ട് ഉണ്ടായിരിക്കും, ഒരു എസെൻഷ്യൽ പാർട്ടാണ്. അത് നമുക്ക് മാറ്റി വെച്ചിട്ട് ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമേ ആയിരിക്കില്ല. സോ ബിസിനസ് റിസ്ക് എസെൻഷ്യൽ പാർട്ടാണ് ആരുടെ? ബിസിനസിന്റെ. നെക്സ്റ്റ് നോക്കാം. പ്രോഫിറ്റ് ഇസ് ദ റിവാർഡ് ഫോർ റിസ്ക് ടേക്കിംഗ്. ഓരോ ബിസിനസ്മാനും എടുക്കുന്ന ആ ഒരു റിസ്ക്, അതായത് റിസ്ക് ഇന്നെവിറ്റബിൾ ആണ്, ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആ ഒഴിവാക്കാൻ പറ്റാത്ത റിസ്ക് എടുക്കാൻ ധൈര്യത്തോടെ മുന്നോട്ട് വരുന്ന ഓരോ ബിസിനസ്മാനും തിരിച്ചു കിട്ടുന്ന ഒരു റിവാർഡാണ് എന്ത്? അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ഡിഗ്രി ഓഫ് റിസ്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ബിസിനസ്. എത്രത്തോളം റിസ്ക് ആണ് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മുടെ സൈസ് ആൻഡ് നേച്ചർ ഓഫ് ബിസിനസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കും. നമ്മൾ ചെറിയൊരു കട വെച്ചിട്ടാണ് ഇരിക്കണമെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ റിസ്ക്കും വളരെ ചെറുതായിരിക്കും. നമ്മൾ വലിയൊരു ബ്രാഞ്ചാണ് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ റിസ്ക്കും അതിനനുസരിച്ച് കൂടും. കാര്യം എന്താണ്? നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന റിസോഴ്സസ്, ക്യാപിറ്റലൊക്കെ ബിഗർ എമൗണ്ട് ആയിരിക്കും അല്ലെ. അതുപോലെ തന്നെ നേച്ചർ, ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് നമ്മൾ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബിസിനസ് ആണ് നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മുടെ റിസ്ക്കും അത്തരത്തിൽ തന്നെ എന്താണ്? കുറച്ച് കൂടുതലായിരിക്കും. അതല്ല സാധാരണ ഒരു ഷോപ്പ്, സാധാരണ ഒരു കമോഡിറ്റീസ് ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ബിസിനസ് റിസ്ക്കും എന്തായിരിക്കും? കുറവായിരിക്കും. സോ നമ്മുടെ റിസ്ക് എത്രത്തോളം വരെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ബിസിനസിന്റെ സൈസ് ആൻഡ് നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇത്രയുമാണ് നമ്മുടെ ബിസിനസ് റിസ്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നേച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത്. ക്ലിയർ ആണല്ലോ? ആൻഡ്
നെക്സ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് കോസസ് ഓഫ് ബിസിനസ് റിസ്ക്. എന്തൊക്കെയായിരിക്കും ബിസിനസ്സിലെ റിസ്ക് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? അത് നമുക്ക് കുറച്ച് ഹെഡിന്റെ അണ്ടറിൽ പഠിക്കാം കേട്ടോ. അതിൽ ഫേസ്റ്റ് വൺ ആണ് മക്കളെ എന്താ, നാച്ചുറൽ കോസസ്. നാച്ചുറൽ കോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രകൃതിദത്തപരമായിട്ടുള്ള കുറച്ച് ദുരന്തങ്ങൾ കാരണം നമുക്ക് ബിസിനസ്സിൽ നഷ്ടം വരാറുണ്ട് അല്ലെ. നമുക്കറിയാലോ 2018 നമുക്ക് നല്ല രീതിക്ക് ഒരു ഫ്ലഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റീസ് ലൈക്ക് ഫ്ലഡ് ആയിക്കോട്ടെ, എർത്ത് ആയിക്കോട്ടെ, ലൈറ്റനിങ്, ഹെവി റെയിൻസ്, ഫെമൈൻ എക്സെട്ര, ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് നമുക്ക് നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ നാച്ചുറൽ കോസസ് എന്ന് പറയുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരു പരിധി വരെ തടയാൻ പറ്റില്ലാത്തത് തന്നെയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം ഹ്യൂമൻ കോസസ്. ഹ്യൂമൻ കോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാൻ മെയ്ഡ് കോസസ്, മനുഷ്യർ തന്നെ നിർമ്മിക്കുന്ന പ്രശ്നങ്ങളാണ് ഹ്യൂമൻ കോസസിന്റെ അണ്ടറിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഡിസോണസ്റ്റി, കെയർലെസ്നെസ് അല്ലെ. ഡിസോണസ്റ്റി, ആളുകൾ അവിടുത്തെ സ്റ്റാഫിന്റെ ഡിസോണസ്റ്റി അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിന്റെ കെയർലെസ്നെസ് കൊണ്ട് നമ്മുടെ ബിസിനസ്സിന് നഷ്ടം വരികയാണ്. അതും അല്ലെങ്കിൽ നെഗ്ലിജൻസ്, ആളുകളുടെ ശ്രദ്ധ കുറവുകൊണ്ട് നമുക്ക് നഷ്ടം വരികയാണ്. അതും അല്ലെങ്കിൽ എന്താണ്, ഓൺ ദ പാർട്ട് ഓഫ് എംപ്ലോയീസ് സ്ട്രൈക്ക്, എംപ്ലോയീസ് എല്ലാം കൂടി സ്ട്രൈക്കിന് ഇരിക്കുകയാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ബിസിനസ്സിൽ നഷ്ടം വരുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹ്യൂമൻ കോസസ് എന്ന് പറയുന്ന ആ ഒരു ഹെഡിന്റെ അണ്ടറിൽ വിളിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്കണോമിക് കോസ്, സാമ്പത്തികപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്ക് ബിസിനസ്സിൽ നഷ്ടം വരാറുണ്ട്. അതെന്താണ്, ചേഞ്ച് ഇൻ ഡിമാൻഡ്, എന്താണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡിൽ വരുന്ന ചേഞ്ചസ് അല്ലെ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പ്രൈസ് ഫ്ലക്ച്വേഷൻസ്, പ്രൈസ് ചിലപ്പോൾ കൂടി കഴിഞ്ഞാൽ, ഒരുപാട് പ്രൈസ് കൂടി കഴിഞ്ഞാൽ ആ ഒരു പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കുറയുക തന്നെ ചെയ്യും. സോ അവിടെ റിസ്ക് വരുന്നുണ്ട്. സോ അത്തരത്തിലെ പ്രൈസ് ചേഞ്ചസ് കൊണ്ട് നമുക്ക് റിസ്ക് വരികയാണ്. അതല്ലെങ്കിൽ എന്താണ്, ചേഞ്ച് ഇൻ ടെക്നോളജി, ടെക്നോളജിയിൽ ചേഞ്ച് വന്നതുകൊണ്ട് എന്താണ്, അതും നമ്മുടെ ബിസിനസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് എന്താണ്, റൈസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്സ്, ഇൻട്രസ്റ്റ് റേറ്റ്സിൽ ഒരുപാട് കൂടിയെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ ബിസിനസ്സിലേക്ക് എടുക്കുന്ന ഫണ്ടിനും കാര്യങ്ങൾക്കും ഒക്കെ എന്താണ്, ഒത്തിരി കോസ്റ്റ് കൂടുന്നുണ്ടായിരിക്കും. സോ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ സാധിക്കാതെ വരിക. അതുകൊണ്ട് നമുക്ക് ബിസിനസ്സിലെ കാര്യങ്ങൾ എന്താവുക, എല്ലാം കൂടെ കുറച്ച് പിന്നോട്ടായി പോവുക. പിന്നെന്താണ്, ഹയർ ടാക്സ് റേറ്റ്സ്, ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരുപാട് ടാക്സ് പേയ്മെന്റ്സ് കൊടുക്കേണ്ടതായിട്ട് വരിക. സോ ഇത്തരത്തിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടും നമ്മുടെ ബിസിനസ്സിൽ എന്ത് വരാറുണ്ട്, റിസ്ക് വരാറുണ്ട്, ലോസ് വരാറുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ മൊത്തത്തിലെ എക്കണോമിക് കോസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ കോസസ്. പൊളിറ്റിക്കൽ കോസസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ചേഞ്ച് ഇൻ പൊളിറ്റിക്കൽ ഐഡിയോളജി ഓഫ് റൂളിംഗ് പാർട്ടി. നമ്മുടെ രാജ്യത്തിന്റെ റൂളിംഗ് പാർട്ടി ഏത് ഗവൺമെന്റ് ആണോ ഭരിക്കുന്നത് ആ ഒരു ഗവൺമെന്റിന്റെ ഐഡിയോളജി ചേഞ്ച് ആയതുകൊണ്ട് നമ്മുടെ ബിസിനസ്സിന് പ്രശ്നം വരിക. ചില ഗവൺമെന്റ് എന്തായിരിക്കും, ബിസിനസ്സിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. പക്ഷെ ചില ഗവൺമെന്റ്, മാറി വരുന്ന ഗവൺമെന്റ് എന്തായിരിക്കും, ബിസിനസ്സിന് ആവശ്യമില്ലാത്ത റെഗുലേഷൻസും റൂൾസും ഒക്കെ വെച്ചിട്ട് കുറച്ച് എന്ത് ചെയ്യും, ഡിസ്കറേജ് ചെയ്യാറുണ്ട് അല്ലെ. സോ അത്തരത്തിലുള്ള റിസ്ക് ഉണ്ട്. ദെൻ പൊളിറ്റിക്കൽ ഡിസ്റ്റർബൻസസ്, ആവശ്യമില്ലാത്ത ഓരോ ഫോർമാലിറ്റീസ് വെക്കും, ലൈസൻസും കാര്യങ്ങളും ഒക്കെ എന്താക്കും, സ്ട്രിക്റ്റ് ആക്കും. സോ അത്തരത്തിലുള്ള ഡിസ്റ്റർബൻസസ്, അതല്ലെങ്കിൽ ചേഞ്ച് ഇൻ ലൈസൻസിങ് ആൻഡ് പോളിസീസ് എക്സെട്ര, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് ബിസിനസ്സിൽ ലോസ് വരികയാണെങ്കിൽ അതിന് മൊത്തത്തിൽ നമ്മൾക്ക് പൊളിറ്റിക്കൽ കോസസ് എന്ന് വിളിക്കാം. നെക്സ്റ്റ് ആണ് മാനേജീരിയൽ കോസസ്. മാനേജീരിയൽ കോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഎഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ, നമ്മുടെ ബിസിനസ് ഹാൻഡിൽ ചെയ്യുന്ന മാനേജ്മെന്റിന്റെ ഇൻഎഫിഷ്യൻസി കൊണ്ട് ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക. അതല്ലെങ്കിൽ അവരെടുക്കുന്ന ഡിസിഷൻ തെറ്റായി പോയത് കൊണ്ട് ബിസിനസ്സിൽ നഷ്ടസാധ്യത വരിക. അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ മാനേജ്മെന്റ് കോസസ് എന്ന് വിളിക്കുന്നത്. സോ ഇത്രയും ഹെഡിന്റെ അണ്ടറിലാണ് നമുക്ക് എന്ത് പഠിക്കാൻ സാധിക്കുക, ബിസിനസ് റിസ്കിന്റെ കാരണങ്ങളെ പഠിക്കാൻ സാധിക്കുന്നത്. ക്ലിയർ ആണല്ലോ. നാച്ചുറൽ കോസസ് ഉണ്ട്, അതുപോലെ തന്നെ മാൻമെയ്ഡ് ഹ്യൂമൻ കോസസ് ഉണ്ട്, ദെൻ എക്കണോമിക് കോസസ് ഉണ്ട്, പൊളിറ്റിക്കൽ കോസസ് ഉണ്ട്, ആൻഡ് ഫൈനലി മാനേജ്മെന്റ് കോസസ് ഉണ്ട്. സോ ബിസിനസ് റിസ്ക് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഇത് എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ എന്ത് ചെയ്യുക, സിമ്പിൾ ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ. സോ ഇത്തരത്തിലുള്ള ടോപ്പിക്സുമായിട്ട് നമ്മൾ ഇനിയും വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.